സഫീറിൻ്റെ അനുഭവം വല്ലാത്ത ഒരു അവസ്ഥയായി മാറിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ എന്നാണ് അറിയുന്നത്. ഇപ്പോൾ ഇന്നേ ദിവസം ഈ പറയുന്ന മുഹമ്മദ് സഫീറിനെതിരെ മറ്റൊരു കേസ് കൂടെ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഏത് കേസാണെന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇനി ജാമ്യം കിട്ടാത്ത വണ്ണമുള്ള ഒരു കേസാണ് യഥാർത്ഥത്തിൽ മുഹമ്മദ് സഫീറിനെതിരെ വന്നിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ കള്ളനോട്ട് കേസിലും യഥാർത്ഥത്തിൽ പ്രതിയാണ്. യഥാർത്ഥത്തിൽ കള്ളനോട്ട് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടുള്ള കൂടുതൽ നോട്ടുകൾ സഫീറിൻ്റെ അടുക്കൽ നിന്ന് പിടിച്ചു എന്നതിനെ ഉപരി കള്ളനോട്ട് സമാന്തരമായ നോട്ടുകൾ അച്ചടിച്ച് കൈവശം വെച്ച് മറ്റൊരു സുഹൃത്തു കൂടെ ഉണ്ട് എന്നാണ് കേൾക്കുന്നത്. ആലോചിച്ച് നോക്കി, ഇപ്പോൾ സമൂഹത്തിൽ മുഹമ്മദ് സഫീർ അങ്ങേയറ്റം പരിഹാസ്യനായി, ലോകത്തിൻ്റെ മുമ്പിൽ നിന്ദ്യനായി, പരിഹാസ്യനായി. തുടക്കം എന്താണ്? യഥാർത്ഥത്തിൽ കുഞ്ഞുമായിട്ട് ഒരു യാത്ര പുറപ്പെടാൻ വേണ്ടി തൻ്റെ ഭാര്യയോട് പറയുകയാണ്, കുഞ്ഞിനെ ഒന്ന് മാറ്റി കൊടുക്കൂ, അവളുടെ സ്വർണ്ണാഭരണങ്ങളൊക്കെ അണിയിച്ചു കൊടുക്കൂ. ആ സഫീറിൻ്റെ മനസ്സിലിരിപ്പ് യഥാർത്ഥത്തിൽ കുഞ്ഞിനോടുള്ള സ്നേഹമല്ല, മറിച്ച് ആ ഭാര്യ ആ ചതിയിൽപ്പെട്ട് ആ കുഞ്ഞിന് ഉള്ള സ്വർണ്ണാഭരണം അഥവാ അവളുടെ അമ്മാമന്മാരും ഉമ്മയുടെ ആളുകളും മറ്റും കൊടുത്തിട്ടുള്ള ആ സ്വർണ്ണാഭരണം മുഴുവൻ ഈ ഫ്രോഡിൻ്റെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് ആ കുഞ്ഞിനെ ധരിപ്പിച്ച് യാത്രയാക്കുന്നു യഥാർത്ഥത്തിൽ. പിന്നീട് ആലോചിച്ച് നോക്കണം, ഒട്ടും സംശയിക്കേണ്ടതായിട്ട് ആ ഭാര്യയ്ക്കില്ല. ആ ഭർത്താവിനെ വിശ്വസിച്ച് സ്നേഹിച്ച് അംഗീകരിച്ച് ജീവിച്ചു വന്ന ആ സ്ത്രീ ഒരു പാവപ്പെട്ട കുടുംബത്തിലെ അംഗമാണ്. ആദ്യകാലത്ത് തന്നെ 20 പവനോളം ഒപ്പിച്ചാണ് കൊടുത്തിട്ടുള്ളത്. ഒരു സാധാരണക്കാരോ അല്ലെങ്കിൽ പാവങ്ങളോ ആയ ഒരു കുടുംബത്തിന് ഒരു പെൺകുട്ടിയെ മറ്റൊരാൾക്ക് പിടിച്ചു കൊടുക്കാൻ അഥവാ ഒരു വിവാഹം ചെയ്തു കൊടുക്കാൻ ബുദ്ധിമുട്ട് എത്രയാണ് എന്ന് യഥാർത്ഥത്തിൽ ഈ മുഹമ്മദ് സഫീറിന് അറിയണമെങ്കിൽ സ്വാഭാവികമായിട്ടും അവന് ഒരു കുഞ്ഞുണ്ടായി അതിനെ വിവാഹം ചെയ്യണം. യഥാർത്ഥത്തിൽ അവനുള്ള ഒരു പെൺകുഞ്ഞിനെ അവൻ എന്താ ചെയ്തത് തന്നെ? യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ആ നരാധമൻ്റെ കയ്യിൽ നിന്ന് ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി കൊടുത്തതും അതോടൊപ്പം തന്നെ ഇപ്പോൾ പുതിയ വഴിത്തിരിവായി വീണ്ടും പുതിയ കേസിൽ അവൻ ഉൾപ്പെട്ടതുമൊക്കെ തീർച്ചയായിട്ടും സർവശക്തനായ അള്ളാഹുവിൻ്റെ ഇടപെടൽ ഈ വക കാര്യങ്ങളിൽ ശക്തിമത്തായിട്ടുണ്ട് എന്നത് മനുഷ്യരെ ബോധിപ്പിക്കുന്ന കാര്യമാണ്. എന്തുകൊണ്ടെന്നാൽ ആരുടെയോ പ്രാർത്ഥന, തീർച്ചയായിട്ടും ഒന്നുകിൽ അവൻ്റെ ഉപ്പയുടെ പ്രാർത്ഥന, ആ ഉപ്പയുടെ പത്രസമ്മേളനമൊക്കെ നമ്മൾ കേട്ടതും കണ്ടതുമാണ്. അതോടൊപ്പം തന്നെ അവന് ജീവിച്ചിരിപ്പുള്ള ഉമ്മയുണ്ട്, ആ ഉമ്മയുടെ പ്രാർത്ഥനയാവാം, ചിലപ്പോൾ അവൻ്റെ ഭാര്യയുടെ പ്രാർത്ഥനയാവാം, അതല്ലെങ്കിൽ ആ 30 ദിവസക്കാലം അവൻ്റെ ആ കുഞ്ഞ് അനുഭവിച്ച പീഡനത്തിൽ ആ കുഞ്ഞ് മനംനൊന്ത് സർവശക്തനായ അള്ളാഹുവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടാകും. നമുക്കറിയില്ല അതിൻ്റെ മനോനില. അപ്പോൾ ആരുടെ പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ ഈ മുഹമ്മദ് സഫീറിന് സംഭവിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ പറ്റിയിട്ടുള്ളത്? ആരുടെ ദുആയാണ് അള്ളാഹു സ്വീകരിച്ചിട്ടുള്ളത്? ഒരിക്കലും നമുക്ക് അറിഞ്ഞുകൂടാ. അതിൻ്റെ തിക്തഫലമാണ് ഇനി അവൻ അനുഭവിക്കുന്നത് അല്ലെങ്കിൽ അനുഭവിക്കാൻ പോകുന്നത്. ഇനിയും ധാരാളം പ്രശ്നങ്ങളായിട്ട് അവൻ ജയിൽവാസം ഒരിക്കലും തീരുന്ന സാഹചര്യമില്ല എന്ന് തന്നെയാണ് അറിയുന്നത്. അതോടൊപ്പം തന്നെ അവനെ വിശ്വസിച്ചുകൊണ്ട് സംഗതി അവനെ പറ്റിക്കാനാണെങ്കിലും ഇറങ്ങി പുറപ്പെട്ട ആ കാമുകിയുടെയും അവസ്ഥ ശോചനീയമായിട്ട് തന്നെ മറ്റൊരു റെസ്ക്യൂ സെൻ്ററിൽ തുടരുകയാണ് ആ സ്ത്രീയും. സത്യത്തിൽ അവളുടെയും കുടുംബത്തിൽ നിന്നും മറ്റും ഇവനെ വിശ്വസിച്ച് ഇറങ്ങി വന്നതായിരിക്കണമല്ലോ അവളും. അപ്പോൾ അവൻ്റെ മാതാപിതാക്കളെയും അവൻ്റെ ഭാര്യയുടെ മാതാപിതാക്കളെയും അവൻ്റെ കാമുകിയുടെ മാതാപിതാക്കളെയും ഒരേ സമയത്ത് വഞ്ചിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. അപ്പോൾ അത്രമാത്രം പരിഹാസ്യനും എളിഭ്യനും നിന്ദ്യനുമായി തീർന്നിരിക്കുന്നു ഈ മുഹമ്മദ് സഫീർ. അപ്പോൾ നമ്മളെല്ലാവരും അതിൽ ആലോചിച്ച് നോക്കേണ്ട സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഒരു സംഗതി അതാണ്, നമ്മൾ ഒരു സംഗതി ചെയ്യുമ്പോൾ അത് ആലോചിച്ചും ബുദ്ധിപൂർവവും കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ സൃഷ്ടാവ് ഇടപെടും തീർച്ചയായിട്ടും. അതാണ് ആരുടെ പ്രാർത്ഥനയൊക്കെയാണ് ഏതു സമയത്ത്. അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നുണ്ട്, പ്രാർത്ഥന, മനുഷ്യൻ്റെ പ്രാർത്ഥന 3 തരമാണ്. ആ 3 തരം എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടുന്ന ചില പ്രാർത്ഥനകൾ ഭൂമിയിലുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ എങ്ങനെ പറയുക? നമ്മൾക്ക് തോന്നും എന്താണ് ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തത്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബും ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഹാനി ഫൽയസ്തജീബൂലി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ അടിമയ്ക്ക് ഉത്തരം ചെയ്യാൻ കാത്തിരിക്കുകയാണ് അവൻ്റെ ചോദ്യങ്ങൾക്ക്. അവൻ ഒരു മുഴം എന്നിലേക്ക് നോക്കണം,
അവൻ ഒരു 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 ചാൺ എന്നിലേക്ക് എൻ്റെ അടിമ അടുത്താൽ ഞാൻ ഒരു മുഴം അവനിലേക്ക് അടുക്കും. എൻ്റെ അടിമ എന്നിലേക്ക് നടന്നു വന്നാൽ ഞാൻ അവരിലേക്ക് ഓടിച്ചെല്ലും. ഇത് പറയുന്നത് അഷ്റഫുൽ ഖൽക്കാണ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആലയാകുന്ന ആ സൃഷ്ടാവ് അവൻ്റെ അടിമകളോട് കാണിക്കുന്ന വാത്സല്യം, സ്നേഹം, അഥവാ അവരുടെ പ്രാർത്ഥനകൾക്കുള്ള ഉത്തരം അതാണ് അള്ളാഹു കുല്ലാ ഇബാദി അല്ലദീന അഷ്റഫു അലാ അൻഫുസിഹിം എന്ന് പറഞ്ഞത്. ഏറ്റവും പതിതരും പാപപങ്കിലരുമായിട്ട് ചെയ്തു കൂട്ടിയിട്ടുള്ള പാപികൾ, ആ പാപികൾ പോലും എന്നെപ്പറ്റി ചോദിച്ചാൽ പ്രവാചകരെ താങ്കൾ പറയണം അഷ്റഫു, അതാണ് ഇസ്രാഫ് ചെയ്തിട്ടുള്ള, പരിധി വിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ പോലും എന്നെക്കുറിച്ച് താങ്കളോട് ചോദിച്ചാൽ നബ്ബിഹി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം, ഞാൻ എല്ലാം പൊറുക്കുന്നവനാണെന്ന് പറയണം പ്രവാചകരെ. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നിങ്ങൾ ആശ മുറിയരുത്. സാധാരണ മനുഷ്യരൊക്കെ ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില പ്രാർത്ഥനകൾക്ക് ഉത്തരം അള്ളാഹു പെട്ടെന്ന് നൽകും. കാരണം പെട്ടെന്ന് കിട്ടേണ്ട ഉത്തരമായിരിക്കും അത്, നമുക്കറിയില്ല ഇതിൻ്റെ രഹസ്യം എന്താണ്. ചിലപ്പോൾ കുട്ടി തീ ചോദിക്കുന്നത് പോലെ അപ്പം തന്നെ കൊടുക്കാൻ ചിലപ്പോൾ കഴിയില്ല, അതിന് ചില രഹസ്യങ്ങളുണ്ട്. അതുകൊണ്ട് അത് അപ്പോൾ കൊടുക്കില്ല, കുറച്ച് വൈകിയിട്ട് കിട്ടും. ചിലപ്പോൾ അപ്പം കൊടുക്കേണ്ടത് അപ്പം കിട്ടും. കുട്ടി ഒരു ആപ്പിൾ ചോദിച്ചാലോ പെട്ടെന്ന് കിട്ടും. കാരണം ഉണ്ടെങ്കിൽ കയ്യിൽ നിന്ന് കുട്ടിക്ക് ഉപ്പയോ ഉമ്മയോ പെട്ടെന്ന് കൊടുക്കും. അതോടൊപ്പം വേറെ ആ കയ്യിലിരിക്കുന്ന ആപ്പിൾ പോലെയുള്ള വേറെ എന്തെങ്കിലും വിഷക്കായിയാണ് എങ്കിൽ ആ മാതാപിതാക്കൾ കൊടുക്കില്ല. അതുപോലെ തന്നെയാണത്. ചിലത് നാളെ അള്ളാഹു എന്തായാലും സത്യവിശ്വാസികൾക്ക് പരലോകത്ത് പ്രതിഫലം കിട്ടും. എങ്ങനെയായാലും പ്രാർത്ഥന വെറുതെയാവില്ല. വിശ്വാസിക്ക് പ്രാർത്ഥന 3 രീതിയിലാണെന്ന് പഠിപ്പിച്ചത് അങ്ങനെയാണ്. അപ്പോൾ ഈ പ്രാർത്ഥന തീർച്ചയായിട്ടും ഈ സഫീറിന് ആരുടെയോ ഒരാളുടെ പ്രാർത്ഥന തീർച്ചയായും ഫലവത്തായിരിക്കുന്നു. അത് ഉറപ്പായിട്ടും ഈ സംഭവത്തിൽ നമ്മൾ കാണുന്നു. അത് മാത്രമല്ല, അതൊക്കെ തൻ്റെ ജീവിച്ചിരിപ്പുള്ള കിഴവിയായ ഉമ്മയുടെ പ്രാർത്ഥനയാണെങ്കിൽ പണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലഘട്ടത്തിലുണ്ടായ അൽക്കമത്തിൻ്റെ കഥ പോലെയാണ്. അൽക്കമത്ത് എന്ന് പറയുന്ന ഒരു ഷഹാബിയുടെ കഥ എല്ലാവരും പഠിച്ചിട്ടുണ്ടാകും, മദ്രസ പാഠങ്ങളിലുള്ളതാണ്. ആലോചിച്ച് നോക്കൂ, മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണം, സത്യത്തിൽ എന്താണ് ചെയ്തത്. അൽക്കമത്ത് എന്ന് പറയുന്ന ഷഹാബി മാതാവിനോടും തൻ്റെ ഭാര്യയോടും ഒപ്പം ഒന്നിച്ചു കഴിയുകയാണ്. ആ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലഘട്ടമാണ്. ഒരു ദിവസം ആ മാതാവ് ആ വീട് വിട്ട് ഇറങ്ങിപ്പോകുന്നു. ആലോചിച്ച് നോക്കേണ്ട വലിയ അത്ഭുതകരമായ സംഭവമാണ്. അങ്ങനെ ഇരിക്കെ കാലങ്ങൾ കഴിഞ്ഞു. പിന്നീട് ഈ മകനും ഈ മാതാവും തമ്മിൽ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. ആ അൽക്കമത്ത് എന്ന് പറയുന്ന ആ മകൻ്റെ മരണാസന്ന നില എത്തി. അള്ളാഹുവിൻ്റെ റസൂലിനെ ആളയച്ചു വരുത്തി. അഷ്റഫുൽ ഖൽക്ക് ആ സ്ത്രീയോട് ചോദിച്ചു, ഈ സഹോദരൻ്റെ ജീവിച്ചിരിപ്പുള്ള മാതാപിതാക്കൾ ഉണ്ടോ എന്ന്. അപ്പോൾ ആ ഭാര്യ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് തോന്നുന്നത്. അങ്ങനെ അന്വേഷണത്തിൽ ആ ഉമ്മയെ കണ്ടെത്തി. നോക്കണം, അള്ളാഹുവിൻ്റെ റസൂല് ആ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, നിങ്ങളുടെ മകൻ ഇപ്പോൾ മരിക്കാൻ കിടക്കുകയാണ്. അതുകൊണ്ട് ആ ഉമ്മ നിങ്ങൾ അവന് പൊരുത്തപ്പെട്ട് കൊടുക്കണം. കാര്യങ്ങളൊന്നും റസൂലുള്ള തിരക്കിയില്ല. അപ്പോൾ ആ ഉമ്മ പറഞ്ഞു, സാധ്യമല്ല, ഞാൻ പൊരുത്തപ്പെട്ട് കൊടുക്കുകയില്ല. ആലോചിച്ച് നോക്കി, ഇത് നിങ്ങളൊക്കെ കേട്ട കഥ തന്നെയാണ്. എങ്കിലും ഞാൻ ഈ സാഹചര്യത്തിൽ ഒന്ന് ഓർമ്മിപ്പിക്കുന്നു, പ്രാർത്ഥനയുടെ ഫലത്തെ കാണിക്കുന്നതിന് വേണ്ടി ഞാൻ പറയുകയാണ്. അപ്പോൾ ആ അള്ളാഹുവിൻ്റെ റസൂല് മനഃശാസ്ത്രപരമായിട്ട് ഒരു കാര്യം ചെയ്തു. ആളുകളോട്, സുഹൃത്തുക്കളോട് കുറച്ച് വിറകു ശേഖരിക്കാൻ പറഞ്ഞു. ആ വിറകുകളൊക്കെ ശേഖരിച്ച് മരണാസന്നനായ അൽക്കമത്ത് സക്കറാത്തിൻ്റെ ഹാലിൽ കിടക്കുന്നു. അപ്പോൾ വിറക് ശേഖരിച്ച് മുമ്പിൽ കൂട്ടിയിട്ടപ്പോൾ ആ ഉമ്മ ചോദിച്ചു, എന്തിനാണിത്? പ്രവാചകരെ, എൻ്റെ മകന് ഈ തീരെ അസുഖമായിട്ട് കിടക്കുമ്പോൾ, അഥവാ മരണാസന്നനായി കിടക്കുമ്പോൾ ഇവിടെ വിറകെന്തിന് എന്ന ചോദ്യത്തിന് ഉമ്മ, അത് നിങ്ങളുടെ മകൻ ഈ ലോകത്ത് നിന്ന് മരിക്കുന്നതിന് മുമ്പ് തന്നെ അവനെ കത്തിച്ചു കളയണം. നോക്കണം. അപ്പോൾ ആ സ്ത്രീ സങ്കടത്തോടെ പറഞ്ഞു, എൻ്റെ ജീവിതകാലത്ത് ഞാൻ അവനെ കരിച്ചു കളയാൻ ഇഷ്ടപ്പെടുന്നില്ല, ഞാൻ അവന് എല്ലാം പുറത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചു, താങ്കളെ വിഷമിപ്പിച്ച ദുഃഖം എന്താണ്, ഒന്ന് പറയൂ. അപ്പോൾ ആ ഉമ്മ പറയുന്ന ഒരു വാക്കുണ്ട്, ഞാനും എൻ്റെ മകനും അവൻ്റെ ഭാര്യയോടൊത്ത് വളരെ സന്തോഷകരമായിട്ട് കഴിയുകയായിരുന്നു. പക്ഷേ എല്ലാത്തിനും എന്നെയാണ് അവൻ പരിഗണിച്ചിരുന്നത്. ഇന്ന് കാണുന്ന ചെറുപ്പക്കാരും ഒക്കെ ഇത് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പറയാനാണ് ഞാനിത് ഉപയോഗപ്പെടുത്തുന്നത്.
അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് ആ സ്ത്രീ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, ഞങ്ങൾ വളരെ സന്തോഷത്തോടും സ്നേഹത്തോടുമാണ് കഴിഞ്ഞു വന്നിരുന്നത്. എല്ലാ കാര്യങ്ങളും എന്നെയാണ് അവൻ പരിഗണിച്ചിരുന്നത്. അങ്ങനെ ഒരു ദിവസം എന്തോ കാരണവശാൽ എന്നെ അവൻ പെട്ടെന്ന് കണ്ടില്ല. അപ്പോൾ അവൻ 2 തുണി കൊണ്ടുവന്നു. അത് അവൻ്റെ ഭാര്യയുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് ആ ഭാര്യ അവൾക്കൊന്ന് എടുത്തതിന് ശേഷം മറ്റൊന്ന് എനിക്ക് തന്നു. തീർച്ചയായിട്ടും എൻ്റെ മനസ്സിനെ അത് വല്ലാതെ വേദനിപ്പിച്ചു. ഞാൻ അന്ന് ആ വീട് വിട്ട് ഇറങ്ങിപ്പോയതാണ്. ആലോചിച്ച് നോക്കട്ടെ, ഇതാണ് ചെയ്ത തെറ്റ്. അപ്പോൾ അത്രമാത്രമുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും മാതാപിതാക്കളുടെ, അതോടൊപ്പം തന്നെ ചെറിയ കുഞ്ഞുങ്ങളുടെ നോക്കണം, അതോടൊപ്പം തന്നെ ദുഃഖിതയായ ഭാര്യയുടെ, ഇതൊക്കെ റസൂലുള്ള പറഞ്ഞതാണ്. ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിക്കും. അതുകൊണ്ട് ശ്രദ്ധിച്ച് ജീവിക്കണം, സൂക്ഷിച്ചു ജീവിക്കണം. ദൈവികമായ നിയമനിർദ്ദേശങ്ങളെ എപ്പോഴും മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കണം. ശാശ്വതമായി ജീവിതമില്ല, ഏതു സമയത്തും ഇവിടെ നിന്ന് പുറപ്പെടേണ്ടവരാണ്. അങ്ങനെ അശ്രദ്ധനായി ജീവിച്ചാൽ വഹുലായി കൗമുൽ ഗാഫിലൂൻ, അശ്രദ്ധരായി ജീവിക്കുന്ന ആളുകൾ ഇത്തരത്തിലുള്ള പരിണിത ഫലം അഥവാ ഇത്തരത്തിലുള്ള ദുഃഖങ്ങളിലും വേദനകളിലും അവരെത്തിച്ചേരും. അള്ളാഹു ഇത്തരത്തിലുള്ള പ്രയാസപ്പെടുത്തലുകളിൽ നിന്ന്, ഇത്തരത്തിലുള്ള എന്താ പറയുക, മറ്റുള്ളവരുടെ ശാപപ്രാർത്ഥനകളിൽ നിന്ന് അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.